പരിശുദ്ധ കുർബാനയിൽ നമ്മളുടെ പഠനങ്ങളിൽ സാത്താൻ പ്രധാനപ്പെട്ട ഒരു വിഷയവും ചിന്തയുമായിട്ട് വന്നതുകൊണ്ട് ആ തിരുവചനം ഞാൻ ഒരിക്കൽ കൂടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ പ്രാർത്ഥനകളിൽ, കുടുംബജീവിതത്തിൽ, പൗരോഹിത്യ സമർപ്പിത ആത്മായ ശുശ്രൂഷ രംഗങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന പോരായ്മകളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമെല്ലാം നമ്മൾ മനസ്സ് തുറന്ന് സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വലിയൊരു ഹൃദയവിശാലതയുടെ അടയാളമായിട്ടുകൂടെ ഞാൻ കരുതുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ മിഷൻ പ്രഘോഷണത്തിനായിട്ട്, സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പറഞ്ഞ് അയച്ചു. അവർ പോയി, അവരുദ്ദേശിച്ചതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ അവർ മടങ്ങി വന്ന് കർത്താവിനോട് വലിയ സന്തോഷം, ഒരു പ്രീച്ചിങ് ടൂറ് കഴിഞ്ഞ് വന്ന് മിഷണറിമാര് സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് പോലെ അവർക്കുണ്ടായിരുന്ന വലിയൊരു അനുഭവം ഇന്നും നമ്മളുടെ സഭയിൽ ചുരുക്കം ചിലരെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന ഒരു കാര്യം. സുവിശേഷമൊക്കെ പ്രസംഗിച്ചു, അതൊക്കെ നടന്നു, അതിനൊന്നും വലിയ കാര്യം പറയാണ്ട് പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങി. ഇന്നും അത് വലിയ വാർത്തയാണല്ലോ. പിശാചിനെ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ പിശാചുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ മറ്റ് അബദ്ധ സിദ്ധാന്തങ്ങളിലേക്ക് പോവുക. പിശാചുക്കളെ ഞങ്ങൾ ഒഴിപ്പിച്ചു, അത് നിന്റെ നാമത്തിലാണ് എന്ന് വലിയ ആവേശത്തോടുകൂടി ശിഷ്യര് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അത്ര വലിയ ആവേശം അക്കാര്യത്തിൽ വേണ്ട. ഒരു മൈൽഡായിട്ടുള്ള ആവേശമൊക്കെ നല്ലതാണ്. അതിനോട് വൈകാരികമായിട്ട് ഒറ്റുപിടി നിങ്ങൾ താതാത്മ്യപ്പെട്ടതുപോലെ തോന്നുന്നു. അതാണ് കർത്താവ് കൊടുത്ത ഉത്തരം. സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഈശോ പറഞ്ഞതാണ്. പിശാചുണ്ടോ, സാത്താൻ ഉണ്ടോ എന്ന് തമാശന് വല്ലവരും പറയുന്നതാണോ? മാർപ്പാപ്പാമാരാരെങ്കിലും വെറുതെ പറഞ്ഞതാണോ? തിയോളജിയൻസ് ആരെങ്കിലും പറയുന്നതാണോ? അതൊന്ന് തിരുത്താൻ വേണ്ടിയാണ് ഈ തിരുവചനം ഇന്ന് ഞാൻ എടുത്തത്. ഈശോയാണ് പറഞ്ഞത്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് നിപതിക്കുന്നത് ഞാൻ കണ്ടു. അതാണ് നമ്മുടെ തെളിവ്. ഈശോ പറഞ്ഞ കാര്യമാണ്, ഈശോ പഠിപ്പിച്ച കാര്യമാണ്. എന്നിട്ട് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത്, ഇത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പോയപ്പോൾ തന്നെ ഞാൻ കണ്ടു. പിശാചുക്കൾ ഉരുണ്ടു വീഴുന്നത് ഞാൻ കണ്ടു. കാരണം നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചു. കനായിൽ വെച്ച് അമ്മ പറഞ്ഞല്ലോ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നിങ്ങൾ എൻ്റെ നാമത്തിൽ പുറപ്പെട്ടപ്പോൾ തന്നെ പിശാചുക്കൾ വീഴുന്നത് ഞാൻ കണ്ടു. അവിടെയാണ് നമുക്ക് പഠനവും ചിന്തയും എല്ലാം വരേണ്ടത്. ദൈവവചനം നമ്മൾ അനുസരിക്കുമ്പോൾ, നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ പിശാചുക്കളും തകർന്നു വീഴുകയാണ്. നിങ്ങൾ എന്നെ അനുസരിച്ചപ്പോൾ, എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പിശാചുക്കൾ വീഴാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട മതിപ്പ്, പിശാചിനെ ഒഴിവാക്കാൻ കഴിവുള്ള ശിഷ്യന്മാർ എന്നതിനേക്കാൾ എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടു എന്നതാണ്. അതിലേക്കാണ് എല്ലാ പിശാചുപിടുത്തക്കാരും എത്തേണ്ടത്. അവിടെയാണ് അതിൻ്റെ കാര്യം. നിങ്ങളുടെ പേരുകൾ ദൈവവചനം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിലെ രജിസ്റ്റർ ബുക്കിൽ മായാത്ത രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതനായ ഒറിജിൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഗണേശകുമാരി കണക്കിൽ ഈശോ ഭൗമിക രാജാവിൻ്റെ അടുത്ത് ചെന്ന് മാതാപിതാക്കള് ഈശോയുടെ, ഉണ്ണിയുടെ പേര് അവിടെ ചേർത്തത് സ്വർഗത്തിലെ രജിസ്റ്റർ ബുക്കിൽ
എല്ലാവരുടെയും പേരുകൾ ഈശോ തന്നെ എഴുതി ചേർക്കാൻ വേണ്ടിയാണ് എന്ന്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് സാത്താൻ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു അനുഭവമാണല്ലോ. ജോൺ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് കൂടുന്നതിൻ്റെ തലേ ദിവസം ആ ഒരുക്കക്കാരോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും വിശ്രമിക്കാതെ അവധിയെടുക്കാതെ മുഴുവൻ സമയവും കൂട്ടത്തിൽ നിൽക്കുന്നത് പിശാചുക്കളാണ്. The devil never takes vacation. He never sleeps. എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങളെ എവിടെയാണോ അടിക്കേണ്ടത് എന്ന് നോക്കി നിങ്ങളുടെ കൂട്ടത്തിൽ അവരുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ഈശോ പറഞ്ഞ ആ കാര്യത്തിൻ്റെ ഒരു പ്രായോഗിക മാനം വലിയ കൗൺസില് തുടങ്ങുന്ന ക്രമീകരണങ്ങളെല്ലാം കണ്ട് പരിശുദ്ധ പിതാവ് അതിൻ്റെ ഒരുക്കക്കാരോട് പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്. ബെനഡിക്റ്റ് പിതാവ് ഇന്നലെ ഫിലോമിന ടീച്ചർ നമുക്ക് വിശദീകരിച്ചു തന്ന ആ കുടുംബ പ്രശ്നങ്ങളെയെല്ലാം അപഗ്രഥിച്ച് ഒറ്റ വാക്കിൽ ഒരിക്കലൊരു പ്രഭാഷണം നടത്തി. ഇന്ന് കുടുംബങ്ങളെ ഭരിക്കുന്നത് സെറ്റാനിക് ട്രിനിറ്റിയാണ്. നമ്മുടെ അമ്മച്ചിമാർ നമ്മളെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് നമുക്ക് സംരക്ഷണം തന്നെങ്കിൽ ഇന്ന് സെറ്റാനിക് ട്രിനിറ്റി, ഒരു സിൻഡിക്കേറ്റ് ഓഫ് ദ ട്രിനിറ്റി എന്ന് ബെനഡിക്റ്റ് പരിശുദ്ധ പിതാവ് പറഞ്ഞു. അധികാരമുള്ളതാണ് സിൻഡിക്കേറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഉള്ളതാണ്. ആ ട്രിനിറ്റിയെ പരിശുദ്ധ പിതാവ് വിശേഷിപ്പിച്ചത് സെക്സ്, ഡ്രഗ്സ്, വയലൻസ്. ഇന്നലെ ടീച്ചർ നമ്മളോട് പറഞ്ഞത് ഈ കാര്യങ്ങളെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ കുടുംബങ്ങളില്, മാതാപിതാക്കളില്, യുവജനങ്ങളില് ഒക്കെ കയറി ഭരണം നടത്തുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ആത്മീയ ബുദ്ധിമുട്ടുകള്, കുടുംബ തകർച്ചകള്, കുട്ടികൾക്ക് വിശ്വാസം കൈമാറ്റാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന അവസരങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം പ്രതിസന്ധികൾ നമ്മൾ നേരിടുകയാണ്. സെറ്റാനിക് ട്രിനിറ്റി ഭരണം നടത്തുന്നത് കൊണ്ടാണ്. മാർപ്പാപ്പ ബെനഡിക്റ്റ് പിതാവ് ബ്രസീലിൽ പോയ അവസരത്തിൽ അവരോട് പറഞ്ഞു, ഇവിടെ ഒരു ഗോഡ് എക്ലിപ്സ് ഉണ്ട്. ഇത്ര ശക്തമായ ഭാഷയിലാണ് പാപ്പ പറഞ്ഞത്. ദൈവഗ്രഹണം ഞാൻ കാണുന്നുണ്ട്, ഒരു ഇരുട്ട് പൊതുവെ ഉണ്ട്. ഗോഡ് എക്ലിപ്സ് ആണ്. നമ്മൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ കേട്ടിട്ടുണ്ട്, ചുരുക്കം ചിലർ കണ്ടിട്ടുണ്ട്. ഗോഡ് എക്ലിപ്സ് ആണ് ഇന്ന് നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലും മനസ്സുകളിലും എല്ലാം നടക്കുന്നത്. അതാണ് സാത്താന്റെ സെറ്റാനിക് ട്രിനിറ്റിയുടെ വാഴ്ച. ഈ ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞല്ലോ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടിന് എന്നതുപോലെ ഒരുപിടി ചെന്നായ്ക്കൾ നിൽക്കുമ്പോൾ അതിനിടയിലേക്ക് ഒരു കുഞ്ഞാട് ചെല്ലുന്നത് പോലെയാണ് ഒരു സുവിശേഷ പ്രസംഗകൻ, ഒരു സമർപ്പിത ഒരു വലിയ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നത്. ദൈവശാസ്ത്രജ്ഞന്മാര് വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. സാധാരണ പട്ടി, പൂച്ച ഒക്കെ നമുക്കറിയാം, അവർ ഉപദ്രവിക്കുമെന്ന് പറയാം. ചെന്നായ്ക്കളുടെ പ്രത്യേകത പതുങ്ങി നിന്നിട്ട് ചാടി വീഴുകയാണ്. ചാടി വീഴുമ്പോഴേ നമ്മുടെ കൊങ്ങായ്ക്ക് പിടിക്കുമ്പോഴേ നമ്മൾ അറിയുകയുള്ളൂ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ആ പ്രതീകത്തിന്റെ പ്രസക്തി. അതാണ് അപ്രതീക്ഷിതമായ സമയത്ത് നമ്മളെ ഉപദ്രവിക്കുന്നു. ഇന്നലെയൊക്കെ ഒരുപാട് റിപ്പോർട്ടുകളിൽ പലരും പറഞ്ഞല്ലോ, സഭയോട്, സമർപ്പിതരോട്, വൈദികരോട് എല്ലാം എതിർപ്പുകൾ വരുന്നു. നമ്മൾ ഒരുപക്ഷെ അറിയാത്തവരും ഒരുപക്ഷെ ബാഹ്യമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരും നമ്മളെ സ്നേഹിക്കുന്നവരും ഒക്കെയാകാം. അതുകൊണ്ടാണ് ചെന്നായ്ക്കള് എന്ന പ്രയോഗം പ്രത്യേകമായിട്ട് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സാധാരണ മൃഗങ്ങളെ പോലെയല്ല, സാധാരണക്കാരെ പോലെയുമല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളുടെ മേല് ആക്രമണങ്ങൾ ഉണ്ടാകും. സാത്താൻ സ്വർഗത്തിൽ നിന്ന് നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കർത്താവ് പറഞ്ഞത് സാത്താന്മാരെല്ലാം സ്വർഗത്തിലാണെന്നുള്ള അർത്ഥത്തിലല്ല. സാത്താനുമുണ്ട് ഒരു ഔന്നത്യം, ഒരു മഹിമ, ഒരു വലിപ്പം, ഒരു ഗ്രാൻഡിയർ. ഈശോയുടെ വരവിന് മുമ്പ് ലോകം മുഴുവനും ഭരിച്ചിരുന്നത്
ഡെവിൾ ആയിരുന്നല്ലോ, സാത്താനായിരുന്നല്ലോ. ആ മഹത്വത്തിൽ നിന്ന് എൻ്റെ ശിഷ്യന്മാര് എന്നെക്കുറിച്ച് വചനം പറഞ്ഞപ്പോൾ അവര് ഓടിയകലുന്നത് ഞാൻ കണ്ടു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് വീണത് അവർക്കുണ്ടെന്ന് കരുതിയിരുന്ന ആ മഹത്വത്തിൽ നിന്നാണ്, അവരുടെ വലിയ അഹങ്കാരത്തിൽ നിന്നാണ്. ഈശോയോട് തന്നെ പറഞ്ഞല്ലോ, ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ കയറി നിന്ന് പിശാച് പറഞ്ഞു. വേറെ ഒരിടത്തും സ്ഥലം കാണാഞ്ഞിട്ട് ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ. അതാണ് സാത്താന്റെ ഔന്നത്യം, സാത്താന്റെ അഹങ്കാരം. അങ്ങനെയുള്ള ഔന്നത്യത്തിൽ നിന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ താഴെ വീണു. ഇടിമിന്നൽ പോലെ വളരെ വേഗത്തിൽ അധപ്പതിച്ചു. അതാണ് കരുത്ത്, നമുക്കുണ്ടാകേണ്ട കരുത്ത്. അതാണ് ദൈവവചനം നമ്മൾ ശ്രമിക്കുന്നവരോട് നമ്മൾ പറയുമ്പോൾ. ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞല്ലോ, നമ്മളൊരു വചനം വ്യാഖ്യാനിക്കുമ്പോൾ അത് കേൾക്കുന്നവര് അഭിഷിക്തരായാൽ നിങ്ങൾ അഭിഷിക്തരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിഷേകത്തിന് അർത്ഥമില്ല, നമ്മുടെ അഭിഷേകത്തിന് അർത്ഥമില്ല. അപ്പൊ ദൈവവചനം കൊണ്ട് കേൾവിക്കാരെ അഭിഷിക്തരാക്കുന്ന ആ ഒരു വലിയ പ്രക്രിയയിലാണ് സാത്താൻ വീഴുന്നത്. ആ കരുത്തുള്ളപ്പോൾ പാമ്പിന്റെ മേലും ചവിട്ടാം, തേളിന്റെ മേലും ചവിട്ടാം. പാമ്പിന്റെ വായിലാണ് വിഷം, തേളിന്റെ വാലയിലാണ് വിഷം. എവിടെ ചവിട്ടിയാലും നമുക്ക് ഉപദ്രവമുണ്ടാകുകയില്ല. ഏത് വിഗ്രഹാരാധനയിൽ കൂടെ പോയാലും, ഏത് സാത്താൻ സേവയുടെ ആളുകൾ വന്നാലും, ഏത് വലിയ ശക്തികൾ നമ്മളെ ആക്രമിച്ചാലും ഇതിലൊന്നും നമ്മൾ പെട്ടുപോവുകയില്ല. അവിടെയൊക്കെ ചവിട്ടി മെതിച്ച് അതിനെ കീഴ്പ്പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ആ ദൈവവചനത്തിന്റെ പ്രത്യേകത നമുക്ക് ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തില് യോഹന്നാൻ ശ്ലീഹായെ പ്രത്യേകമായിട്ട് ഇതേക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ വിധികർത്താവ് പുറന്തള്ളപ്പെടേണ്ടത്. ഇപ്പോഴാണ് ദൈവവചനം കേൾക്കുകയും വചനം വായിക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്യുന്ന ആ നിമിഷത്തിലാണ് സാത്താൻ രാജിവെച്ച് പിന്മാറുന്നത്. ഇപ്പോഴാണ് നമ്മളുടെ ഹൃദയങ്ങൾക്ക് കരുത്ത് കിട്ടേണ്ടത്. ദൈവവചനം വഴി നമുക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കാമെന്നും സാത്താനെ കീഴ്പ്പെടുത്താമെന്നും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ ശുശ്രൂഷയിലുമൊക്കെ നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവവചനത്തോട് കൂടുതൽ ബന്ധപ്പെട്ട് നിന്ന് നമ്മളുടെ ശുശ്രൂഷ രംഗങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ കുർബാനയിൽ അനാഫറ ഭാഗം മാർ തെയഡോറിന്റെ അനാഫറ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് 10-25 വർഷങ്ങളായിട്ട് ആ അനാഫറ നമുക്ക് ദൈവം സുനദോസിന് മുമ്പ് നമ്മുടെ സുറിയാനി ക്രമത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു. അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ സിനഡിൽ അതിൻ്റെ ടെക്സ്റ്റ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുവാദത്തോടുകൂടി നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കാൻ അനുവദിച്ച് തന്നിട്ടുണ്ട്. അനാഫറകളാണ് അത്. തെയഡോറിൻ്റെതും ഇനി കുറെ കഴിയുമ്പോൾ നമുക്ക് നെസ്റ്റോറീസിൻ്റെതും ഒരുപക്ഷെ കിട്ടിയേക്കും. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ അനാഫറ ഭാഗം മുഴുവനും തെയഡോറിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്നത്. ആ ടെക്സ്റ്റ് അതിൻ്റെ മൂലഭാഷയിൽ പഠിച്ച ആൾ നമ്മളുടെ കൂട്ടത്തിൽ ഈ അസംബ്ലിയിലുള്ള വടക്കേൽ ജേക്കബച്ചനാണ്. അച്ഛൻ പല പ്രാവശ്യം സിനഡിൽ വരികയും പിതാക്കന്മാർക്ക് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നത് എനിക്കും വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട്. അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു.